സഹജരാമജീവനി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു വീടാകുന്നത് അവിടെ ഏവരും സന്തോഷത്തോടു കൂടി ജീവിക്കുമ്പോൾ മാത്രമാണ്. അതിനായി നാം വീട് വയ്ക്കുമ്പോഴും അവിടെ നമ്മൾ സ്നേഹത്തോടു കൂടി ഓരോ വസ്തുക്കളും വയ്ക്കുന്നതാണ്. അതിൻ്റെ എല്ലാം ഊർജം നമ്മളിലും പുറത്തും എല്ലാം ഉണ്ടാകുന്നതാണ്. നമ്മളിലെ ഊർജവും ദൈവാംശം തന്നെയാണ്. ഈ ദൈവാംശം ആയ ഊർജം നമ്മളിൽ കുറയുവാനും കൂടുവാനും സാധ്യത കൂടുതലാണ്. ഇതിന് കാരണം കർമ്മഫലമാണ് എന്നത് വിസ്മരിക്കുവാൻ നാം പാടുള്ളതല്ല. അതുപോലെ തന്നെ വാസ്തുപ്രകാരവും നാം ഒരു വീട് നിർമ്മിച്ചാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അവിടെ ദോഷങ്ങൾ വർദ്ധിക്കുവാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. പ്രത്യേകിച്ച് വൃത്തിയും വെടിപ്പും. എപ്പോഴും വൃത്തിയായി തന്നെ വീട് സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അതല്ല എങ്കിൽ പോസിറ്റീവ് ഊർജത്തിന് പകരം അവിടെ നെഗറ്റീവ് ഊർജമായിരിക്കും ഇവ വിഹരിക്കുക എന്ന് ഓർക്കേണ്ടതാണ്. ദുരിതങ്ങളും കടബാധ്യതകളും കൊണ്ട് പൊറുതിമുട്ടുന്ന അവസ്ഥ നമുക്ക് വന്നു ചേരുകയും ചെയ്യും. ഇതിനാൽ നാം വീട് വെച്ചാലും ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നതുകൊണ്ടാണ്. അതുപോലെ നമ്മൾ വീടുകളിൽ വയ്ക്കുന്ന സസ്യങ്ങളിൽ ഒന്നാണ് പച്ചമുളക്. ഇവ ഏത് ദിശയിൽ ശരിയായി നടാമെന്നും എപ്രകാരം നടാമെന്നും നാം മനസ്സിലാക്കേണ്ടതാണ്. കാരണം ശരിയായി നട്ടില്ല എങ്കിൽ അത് ദോഷകരമായി തന്നെ മാറും. അതിനാൽ പച്ചമുളകുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഇനി നമുക്ക് മനസ്സിലാക്കാം. പച്ചമുളക് ഔഷധമൂല്യമുള്ള ഒരു സസ്യം തന്നെയാണ് എന്നത് നാം തിരിച്ചറിയേണ്ടതാകുന്നു. പല രൂപത്തിലും വിവിധ പേരുകളിലും ഇവയെ നാം പരിപാലിക്കുകയും ചെയ്യുന്നു. പാചകത്തിൽ പലപ്പോഴും ഒഴിച്ചുകൂടുവാനാകാത്ത ഒന്ന് തന്നെയാണ് പച്ചമുളക് എന്നത് ഏവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്നാൽ ദൃഷ്ടിദോഷത്തെക്കുറിച്ച് നാം ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായി കാണുന്നു. ദൃഷ്ടിദോഷം ഒഴിവാക്കുവാൻ ഉണക്കമുളക് ഒഴിയുന്നത് ഏറ്റവും ശുഭകരമായ ഒരു കാര്യം തന്നെയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഉണക്കമുളക് അഥവാ വറ്റൽമുളക് ഏവരും ഉപയോഗിക്കുന്നതായും കാണുന്നു. ഒറ്റസംഖ്യയിലാണ് ഇവ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. രജോ ഗുണങ്ങൾ കുറയ്ക്കുവാൻ ഇവ സഹായിക്കുന്നു എന്നതാണ് ഉണക്കമുളകിൻ്റെ അഥവാ വറ്റൽമുളകിൻ്റെ പ്രത്യേകത എന്ന കാര്യം മറക്കാതിരിക്കുക. പോസിറ്റീവായ ഊർജം നൽകുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാകുന്നു. അത്തരത്തിലുള്ള കാര്യം നിർവഹിക്കുവാൻ മുളകിന് പ്രത്യേകമായ കഴിവ് ഉണ്ട് തന്നെ എന്ന് പറയാം. നെഗറ്റീവ് ശക്തികളെ ഒഴിവാക്കുന്നതിനൊപ്പം തന്നെ ദൃഷ്ടിദോഷപരമായ കാര്യങ്ങളും ഒഴിവാക്കുവാൻ മുളകിന് സാധിക്കുന്നതാണ്. മുളക് നടുന്നതിലൂടെ ഇത്തരം കാര്യങ്ങൾക്ക് സഹായകമാകും എന്ന് തന്നെയാണ് വിശ്വാസം. അഥവാ അത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ മുളകിന് സാധിക്കും. വീടുകളിൽ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക എന്ന കാര്യവും മുളക് ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ ഇത്തരം പ്രാധാന്യമുള്ള മുളക് നാം വീടുകളിൽ നട്ടുവളർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഒരു വ്യക്തിയെ ദോഷകരമായി ബാധിക്കുന്ന ഒന്നു തന്നെയാണ് ശത്രുദോഷം എന്ന് പറയുന്നത്. ശത്രുദോഷത്താൽ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ പലതര ദുരിതങ്ങൾ കഷ്ടതകൾ വന്നു ചേരുന്നതാണ്. അതിനാൽ തന്നെ പലർക്കും വലിയ ഉയർച്ചകൾ വന്നു ചേരാൻ സാധിക്കാത്ത അവസ്ഥയും ഉണ്ടാകുന്നു. ഉയർച്ച എന്ന് പറയുമ്പോൾ അവർ അർഹിക്കുന്ന ഉയർച്ചയും അതായത് നിലയും വിലയും പോലും അവർക്ക് ലഭിക്കാതെ വരികയും നല്ല കാര്യങ്ങളെല്ലാം അവരുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുകയും ചെയ്യുന്നതാണ്. എന്നാൽ മുളക് വീടുകളിൽ ഉണ്ട് എങ്കിൽ ശത്രുദോഷം ഒഴിയുകയും അതോടൊപ്പം തന്നെ സന്തോഷവും ഉയർച്ചയും ആ വീടുകളിൽ വന്നു ചേരുന്നതാണ്. ഒരു വ്യക്തിക്ക് മറ്റൊരു കാര്യം കൂടി അനിവാര്യമാണ്. അത് സമാധാനമാണ്. സമാധാനത്തോടു കൂടി ഇരുന്നാൽ മാത്രമേ ശരിയായ ചിന്തകൾ വരൂ. അപ്പോൾ മാത്രമാണ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാനും സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒന്നു തന്നെയാണ് മുളക്. അതിനാൽ തന്നെ
അത്തരത്തിലുള്ള ആളുകൾക്ക് നമ്മെ ചതിക്കാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കുവാനും മുളകിന് സാധിക്കും എന്ന് മറ്റൊരു സത്യമാണ്. അടുത്തതായി ദിശ. ദിശയ്ക്ക് വളരെ വലിയ പ്രാധാന്യമാണ് നാം നൽകേണ്ടത്. കാരണം ശരിയായ ദിശയിൽ നട്ടുവളർത്തിയില്ല എങ്കിൽ അത് അതീവ ദോഷത്തിനുള്ള ഫലമാണ് കാണുന്നത്. തെക്ക് കിഴക്ക് ദിശയെ അഗ്നികോൺ എന്നാണ് പറയുക. അതിനാൽ തന്നെ ഇവിടെ മുളക് വളർത്തുന്നത് ഏറ്റവും വിശേഷമായ കാര്യമാണ് എന്നത് നാം ഓർക്കുക. നിത്യവും അവയെ നാം പരിപാലിക്കുകയാണ് എങ്കിൽ അതിവിശേഷമായ കാര്യം തന്നെയാണ് എന്ന് ഓർത്തിരിക്കുക. കുടുംബത്തിൽ വളരെ വലിയ ഐശ്വര്യം തന്നെയാണ് പച്ചമുളക് അഥവാ മുളക് ഈ ദിശയിൽ നട്ടുപിടിപ്പിക്കുന്നത് കൊണ്ട് ആ വീട്ടിൽ വന്നു ചേരുക. അതിനാൽ തന്നെ ഏവരും മുളക് വീടുകളിൽ വളർത്തുമ്പോൾ ഈ ദിശയിൽ തന്നെ വളർത്തുവാൻ ശ്രദ്ധിക്കുക. വടക്കു ദിശയിൽ വളർത്തുന്നതിനും തെറ്റില്ല എന്നത് ഈ സമയം നാം ഓർക്കേണ്ടതാണ്. എന്നാൽ തെക്ക് കിഴക്ക് ദിശയാണ് കൂടുതൽ അഭികാമ്യം എന്ന് വിശ്വാസം. അതിനാൽ തന്നെ ഈ ദിശയ്ക്കാണ് നാം ആദ്യം പ്രാധാന്യം നൽകേണ്ടത്. കൂടാതെ കുറച്ച് കാര്യങ്ങൾ കൂടി പച്ചമുളക് അഥവാ മുളക് നട്ടുവളർത്തുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്. ഇനി അതേക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. അതിൽ ഒറ്റ സംഖ്യയിൽ മുളക് തൈകൾ വളർത്തുവാൻ നാം ശ്രദ്ധിക്കേണ്ടതാകുന്നു. അതിനാൽ മുളക് തൈകൾ വളർത്തുമ്പോൾ ഒറ്റ സംഖ്യയിലാണോ എന്നത് നാം ഏവരും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇരട്ട സംഖ്യയിലാണ് നിങ്ങൾ വളർത്തുന്നതെങ്കിൽ അത് ദോഷകരമാണ് എന്നാണ് പറയപ്പെടുന്നത്. ഈ പറയുന്ന കാര്യത്തിൽ ഒരു വ്യക്തത കൂടി വരുത്താം. ഒരേ തരത്തിലുള്ള മുളകാണ് എങ്കിൽ ഒറ്റ സംഖ്യയിലേ പാടുള്ളൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. വിവിധ തരത്തിലുള്ള മുളകുകൾ ഒരുമിച്ച് കൂട്ടി കണക്കാക്കേണ്ടതില്ല എന്ന കാര്യവും ഓർക്കുക. അതായത് ഒരേ രീതിയിലുള്ള മുളക് ഇരട്ട സംഖ്യയിൽ പാടുള്ളതല്ല, ഒറ്റ സംഖ്യയിലേ പാടൂ. മുളക് മറിഞ്ഞ് വീഴുന്നത് അതീവ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത്. അതിനാൽ തന്നെ ഒരു താങ്ങു കൊടുത്ത് നിർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മറിഞ്ഞ് വീഴുകയാണ് എങ്കിൽ അത് ഏറ്റവും വലിയ ദോഷകരമാകുമെന്നും ഓർത്തിരിക്കുക. അല്ലെങ്കിൽ അത് അകാരണമായി നിങ്ങളുടെ മുളക് ചെടികൾ ഉണങ്ങിപ്പോവുകയാണ് എങ്കിൽ അത് ദോഷകരം തന്നെയാകുന്നു. അതിനാൽ തന്നെ ഏതൊരു ചെടിയും നാം നട്ടു വളർത്തുമ്പോൾ അതിന് ശരിയായ പരിചരണം നൽകുക എന്നത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അതല്ല എങ്കിൽ നല്ലതിനു വേണ്ടി ചെയ്ത് മോശമായ ഫലങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരുന്നതിന് അതൊരു കാരണമായി തീർന്നേക്കാം. പച്ച നിറത്തിലുള്ള മുളകുകൾ ഈ പറഞ്ഞ ദിശയിൽ, അതായത് മുൻപ് പരാമർശിച്ചിട്ടുള്ള ദിശയിൽ വളർത്തുവാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ വളർത്തുകയാണെങ്കിൽ ചില ഫലങ്ങൾ കൂടി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. മുൻകോപം, വാശി, ദേഷ്യം എന്നിവ കുറയുന്നതാണ്. ഇത്തരം ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഉള്ളവരാണ് നിങ്ങൾ എങ്കിൽ ഈ ദിശയിൽ മുളക് നട്ടു വളർത്തുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഇത്തരത്തിലുള്ള ദോഷഫലങ്ങൾ അല്ലെങ്കിൽ ദോഷ വിചാരങ്ങൾ ഒഴിയുന്നതാണ്. ഇതോടൊപ്പം കലഹങ്ങളും ഒഴിയും. അതിനാൽ മനസ്സമാധാനവും ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നത് തീർച്ച തന്നെയാണ്. മറ്റൊരു കാര്യം കൂടി നാം ശ്രദ്ധിക്കേണ്ടതാകുന്നു. പലപ്പോഴും പല വീടുകളിലും വീടിനോട് ചേർന്നാണ് പച്ചമുളക് നട്ടു വളർത്തുക അല്ലെങ്കിൽ മുളക് തൈകൾ വളർത്തുക. എന്നാൽ ഇത് പാടില്ല എന്നു തന്നെ പറയാം. വീടിനോട് ചേർന്ന് തൊട്ടടുത്ത് ഇവ പാടുള്ളതല്ല. എന്നാൽ അതിർത്തി പോലെ തിരിച്ച് ഇങ്ങനെ ചെയ്യുന്നതിൽ യാതൊരുവിധ തെറ്റും ഇല്ല. കാരണം ഏവർക്കും വലിയ പറമ്പൊന്നും ഉണ്ടാകണമെന്നില്ല. അങ്ങനെ ഉള്ളവരാണ് എങ്കിൽ തീർച്ചയായും അതിർത്തി തിരിച്ചതിന് ശേഷം മാത്രം ഇങ്ങനെ നട്ടുപിടിപ്പിക്കുക. അല്പം അകലം പാലിച്ച് ഇവ നടുവാൻ പറ്റുമെങ്കിൽ തീർച്ചയായും അതിർത്തി തിരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ വീടിൻ്റെ അധികം പറമ്പില്ല എങ്കിൽ, വളരെ അടുത്താണ് എങ്കിൽ ഒരു അതിർത്തി പോലെ തിരിച്ച് നടുക. പച്ചമുളകുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഏവരും മനസ്സിലാക്കുക. സ്പർശനം വളരെ പ്രധാനം തന്നെയാകുന്നു ഇതിൽ. അശുദ്ധിയോടെ പച്ചമുളകിനെ സ്പർശിക്കേണ്ടത് അത്ര നല്ല ഒരു കാര്യമല്ല. അത് ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. അതിനാൽ അശുദ്ധിയായ സമയം കഴിവതും ഇവയെ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുക. കൃഷിയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വളർത്തുവാൻ
ആഗ്രഹിക്കുന്നുവെങ്കിൽ മറ്റ് ദിശകളിലും നിങ്ങൾക്ക് വളർത്തുവാൻ അനിവാര്യമാണ്. എന്നാലും മുൻപ് പരാമർശിച്ച ദിശയിൽ ഒരു ചെടിയെങ്കിലും വരുന്നത് ഏറ്റവും ഉത്തമം തന്നെയാകുന്നു. ഇങ്ങനെയാണ് പച്ചമുളകിൻ്റെ വാസ്തുശാസ്ത്രം. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.